ഹലോ, വേസ്റ്റ് ഫെല്ലോസിൻ്റെ ഒരു ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം പാലക്കാടിലെ കവയിലേക്കാണ്. നോക്കുക, പട്ടി ഉറക്കം തോന്നുന്നത് എന്ത് രസമാണ്. അങ്ങനെ നല്ല കപ്പയും ബീഫൊക്കെ കഴിച്ച ശേഷം സംഖ്യ ഇവിടെ എന്തോ ഒരു പൂവൊക്കെ എടുത്ത് ഇങ്ങനെ പൊട്ടിച്ച് കളിക്കുന്നത്. അത് കണ്ട് വാവെന്ന് പറയാൻ രണ്ടുപേരും. ഇതൊക്കെ നമുക്ക് പണ്ടേ അറിയാം. അവിടെ നിന്ന് വരുമ്പോഴേക്കും പട്ടിതേ നല്ല ഉറക്കം. വൃന്ദയാണെങ്കിൽ കോഴിക്കോട് നിന്ന് വന്നപ്പോൾ തൊട്ടേ നോൺ സ്റ്റോപ്പായി ചിരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവൾക്ക് ഈ പാലക്കാട് കാണാനൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഹിഡൻ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. അതിസാഹസികമായാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുഴയെ നീന്തിക്കിടക്കുക, മലമുകളിൽ കയറുക, കാട്ടിലൂടെ സഞ്ചരിക്കുക, അങ്ങനെ ഒട്ടനവധി സാഹസികത. എന്തായി കേറുന്നില്ലേ? ഇങ്ങോട്ട് വന്നാ വഴുക്കിലുള്ള പാറയിലൂടെ സഞ്ചരിക്കരുത്, കാരണം നമ്മൾ വഴുക്കി വീഴും. സോ അതുകൊണ്ട് ഞങ്ങൾ സേഫ് ആയിട്ട് വെള്ളച്ചാട്ടിന് താഴത്തേക്ക് എത്തിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹിഡൻ വാട്ടർഫോൾസ്. ഈ എൻ്റെ വാവ് എക്സ്പ്രഷൻ കാണാൻ വേണ്ടി ഒത്തിരി പേരോട് വെയിറ്റിംഗ് ആണ്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് എക്സ്പ്രഷൻ. ഇവരൊക്കെ വെള്ളം കണ്ടത് ഒപ്പം ചാടി പോയി കുളിച്ചെല്ലാവരും. ഞാനാണെങ്കിൽ പോയില്ലട്ടോ, നമ്മളിതൊക്കെ എത്ര കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, വൃന്ദ നോൺ സ്റ്റോപ്പ് ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന്. പാലക്കാട് കണ്ടതിന്റെ ആഹ്ലാദമാണ് ഗൈസ് അവർക്ക്. ഞാനും ദീപു മാത്രം വെള്ളത്തിലിറങ്ങില്ല. അവനപ്പോൾ ഇലയൊക്കെ വിരിച്ച് അവിടെ ടെക്നോളജിയാണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും എന്തിനാ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരിത് ഇങ്ങനെ മാങ്ങ തിന്നാൻ വേണ്ടി അവിടെ നിൽക്കുവാണ്. നല്ല വിശപ്പായതുകൊണ്ട് ഞാനും കുറച്ച് കഴിച്ചു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഹിഡൻ സ്പോട്ടിൽ പോകാന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ തുളിച്ചാടി പോകുന്നുണ്ട്. ഞാനിപ്പോൾ ഹിഡൻ സ്പോട്ടൊക്കെ അറിയണവരൊന്ന് കമന്റ് ഇട്ടോട്ടോ. മുടിയായിട്ട് ഷോ കാണിക്കാന്നൊക്കെ പറയില്ല, അതാണ് ഇത്. അങ്ങനെ വീണ്ടും നമ്മൾ അതിസാഹസികമായി മലയും കുന്നൊക്കെ കയറി ഒരു കുന്നിന്റെ മുകളിലെത്തി. ഹിഡൻ സ്പോട്ട് എന്നും പറഞ്ഞിട്ട് മുകളിൽ ഫുൾ ആൾക്കാരാണ് കേട്ടോ. ദീപു ഇവിടെ ഒട്ടകത്തിന്റെ മുട്ടാന്ന് പറഞ്ഞ് ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. എക്സ്പ്രഷനിൽ എന്നെ തൂക്കുന്നും പറഞ്ഞ് ദീപു എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. കറക്റ്റ് ആണ് കേട്ടോ. എന്തായാലും ഓക്കെ. അപ്പോൾ ഞാൻ സ്പോട്ട് കാണിച്ചു തന്നല്ലോ, ഇതാണ് കേട്ടോ ആ സ്പോട്ട്. നല്ല ഭംഗിയിൽ കാണാൻ. അങ്ങനെ ഈ മനോഹരമായ സ്പോട്ടിൽ നമ്മൾ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തപ്പോഴാണ് ആദ്യം നമുക്ക് മനസ്സിലായത് ഗൈസ്, ഇറ്റ്സ് മഴ ടൈം, മഴ വരാൻ പോകുന്നു. നമ്മൾ പിന്നെ കുന്നിന്റെ മുകളിലായതുകൊണ്ട് താഴെ പോയി കോട്ട് എടുത്തിട്ട് വരാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാനും ദീപും എല്ലാ കൊടയിൽ തന്നെ നിന്നു. ബാക്കിയുള്ളവരൊക്കെ ഫുൾ മഴ തന്നെ. സത്യം പറയാലോ, അവിടെ നിന്ന് മഴ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു മഴവിലിനെയും കണ്ടു. നല്ല രസമായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ അവസാനിച്ച് നല്ലൊരു സൂര്യനൊക്കെ വന്നു. പിന്നെ നമുക്ക് സമയമായപ്പോൾ നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങാൻ പോകണ്ട. ഓക്കെ, ബൈ ബൈ.